മകൻ്റെ മരണമുണ്ടാക്കിയ ആഘാതം വിട്ടുമാറാതെ നീറി ജീവിക്കുകയാണ് കോഴിക്കോട് താമരശ്ശേരിയിലെ മുഹമ്മദ് ഷഹബാസിൻ്റെ മാതാപിതാക്കൾ. സഹപാഠികളുടെ മർദ്ദനമേറ്റ് കൊല്ലപ്പെട്ട ഷഹബാസിന് നീതി തേടി ഇപ്പോഴും അവർ പോരാട്ടം നടത്തുകയാണ്. കേസ് നടത്താൻ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ സർക്കാർ നിയമിക്കണമെന്നാണ് കുടുംബം ഇപ്പോൾ പറയുന്നത്. കേരളം മറന്നുകാണില്ല മുഹമ്മദ് ഷഹബാസിനെ. സഹപാഠികൾ തന്നെ ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തിയ ആ 15 വയസ്സുകാരനെ. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 27-നാണ് ഷഹബാസിനെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ മർദ്ദിച്ചത്. ട്യൂഷൻ സെന്ററിലെ സെൻഡ് ഓഫ് പാർട്ടിയിൽ 2 സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ തമ്മിൽ നടന്ന ചില പ്രശ്നങ്ങൾ അത് പിന്നെ വലിയ സംഘർഷമായി മാറി. ട്യൂഷൻ സെന്ററിലെ വിദ്യാർത്ഥിയായിരുന്നില്ല ഷഹബാസ്. പക്ഷേ അവൻ അന്ന് മർദ്ദനമേറ്റു. മാർച്ച് 1 പുലർച്ചെ അവൻ മരിച്ചു. നഞ്ചക്ക് കൊണ്ട് ഇടിച്ചതിനാൽ തലച്ചോറ് പാതി തകർന്നിരുന്നു. ആ മരണം ഒരു കുടുംബത്തെ, ഒരു നാടിനെ തീരാ ദുഃഖത്തിലാഴ്ത്തി. കുടുംബത്തിന്റെ വലിയ പ്രതീക്ഷയാണ് 6 അടി മണ്ണിലുറങ്ങുന്നത്. 6 വിദ്യാർത്ഥികൾ കുറ്റാരോപിതർ. ഇവരെ ജുവനൈൽ ഹോമിലേക്ക് മാറ്റി. 6 വിദ്യാർത്ഥികളും SSLC പരീക്ഷ എഴുതി തുടർ പഠനത്തിന് അവസരവും നേടി. അപ്പോഴും നീതി തേടി ഒരു കുടുംബം അലയുകയാണ്. നിയമ പോരാട്ടത്തിന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ സർക്കാർ നിയമിക്കണമെന്നാണ് ആവശ്യം. വിചാരണ തുടങ്ങാൻ പോകുന്ന വേളയിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് എനിക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത്, അതായത് ഗവൺമെൻറ്റിനോട് അപേക്ഷിക്കാനുള്ളത്, എനിക്ക് ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വെച്ച് തരണം ആവശ്യപ്പെടുകയാണ്. ഞാൻ ചെയ്ത കുട്ടികൾക്ക് നീതിപീഠത്തിൻ്റെ മുന്നിൽ നിന്നായി കഴിഞ്ഞാലും ഈ ഗവൺമെൻറ് ഭാഗത്തു നിന്നായി കഴിഞ്ഞാലും ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കണമെന്നാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത്. കുറ്റാരോപിതരായ വിദ്യാർത്ഥികൾക്ക് ശിക്ഷ ഉറപ്പാക്കും വരെ നിയമ പോരാട്ടമെന്നാണ് ഷഹബാസിന്റെ കുടുംബം പറയുന്നത്. ഇപ്പോഴും റാഗിംഗ് നടക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇനിയൊരു ഷഹബാസ് ഉണ്ടാകരുത്. അതിനുവേണ്ടിയാണ് ഈ രക്ഷിതാക്കൾ നിയമ പോരാട്ടത്തിനിറങ്ങിയത്. മിഥില ബാലൻ, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.